ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു അടിപൊളി 30 തരം ചെടികളുടെ ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ചെറിയ ചെടികൾ മാത്രമല്ല, വലിയ ചെടികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് കേട്ടോ. മിനിമം 3 പ്ലാന്റെങ്കിലും എടുക്കുമ്പോഴാണ് ഈ ഓഫർ റേറ്റിൽ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. മുമ്പുള്ള ഓഫർ വീഡിയോനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ വലിയ പ്ലാന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ചെടിയുടെയും അയക്കുന്ന പ്ലാന്റ് സൈസ് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ നെയിമും റേറ്റും പ്ലാന്റ് സൈസും ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും പ്ലാന്റ് സൈസിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ, എങ്കിലേ പുതിയ ഓഫർ വീഡിയോസ് കാണാൻ സാധിക്കുള്ളൂ. ഫസ്റ്റ് വൺ ലെമൺ വൈൻ പ്ലാന്റ് ആണ്. ലെമൺ വൈൻ ഒരു ക്രീപ്പറാണ്, എങ്കിൽ കൂടിയിട്ടും പെട്ടെന്ന് അങ്ങോട്ട് പടർന്ന് പന്തളിച്ച് വള്ളിയായി പോകുന്നൊരു ചെടിയല്ല കേട്ടോ. നമുക്ക് പോട്ടിൽ വേണമെങ്കിലും ചെയ്യാവുന്നൊരു ചെടിയാണ് ലെമൺ വൈന്. പോട്ടിൽ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പോ കൊടുത്തിട്ട് വെട്ടി നിർത്തി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ലെമൺ വൈന്. ഇതിൻ്റെ ഈ കായകളുണ്ടല്ലോ, ഇത് കഴിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. തക്കാളിക്ക് പകരമൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. അയക്കുന്ന സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അടുത്തതായിട്ട് ഓറഞ്ച് കനകാംബരമാണ്. ഓറഞ്ച് കനകാംബരം കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. കൂടുതൽ പേര് വാങ്ങിയൊരു പ്ലാന്റാണ് ഈ ഓറഞ്ച് കനകാംബരം. ഇത് അതുപോലെ തന്നെ എന്നും പൂക്കളുണ്ടാകുന്ന സ്രബ് വർഗത്തിൽപ്പെട്ട കുറ്റിച്ചെടിയിൽപ്പെട്ട ഒരു ചെടിയാണ് കനകാംബരം. ഒരുപാട് ഹൈറ്റായി പോകുന്നൊരു ചെടിയൊന്നുമല്ല. ഇതിനെ പോട്ടിലും നിലത്തൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെയാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കനകാംബരം അതുപോലെ തന്നെ മാല കെട്ടാനൊക്കെ ഉപയോഗിക്കും. നല്ല ഭംഗിയാണ് ഈ ഓറഞ്ച് കളറിലുള്ള പൂക്കൾ കാണാനായിട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. അടുത്തതായിട്ട് യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, 3 കളറിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. വിരിയുമ്പോൾ ഒരു വൈറ്റ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് പർപ്പിൾ ഷെയ്ഡിലേക്ക് മാറിയിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാടൻ വെറൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ അയക്കുന്ന പ്ലാന്റ്. അടുത്തതായിട്ട് ചേഞ്ചിങ് റോസാണ്. ചേഞ്ചിങ് റോസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓഫറിൽ ഉൾപ്പെടുത്തുന്നത്. ഒരുപാട് പേര് ലാൻഡ് ലോട്ടസ് ഇട്ട സമയത്ത് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഓഫറിൽ ചേഞ്ചിങ് റോസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും അതുപോലെ നിങ്ങൾക്കറിയാലോ, 3 കളറിലായിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്നത്. വൈറ്റ്, പിങ്ക്, ഒരു ഡാർക്ക് പിങ്കിലേക്ക് മാറുന്നുണ്ട്. ഈ പ്ലാന്റിൽ അതുപോലെ തന്നെ കൂടുതൽ പരിചരണമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്. പോട്ടിലോ നിലത്തൊക്കെ വളർത്തിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ അസേലിയ, ഡബിൾ പെറ്റൽ അസേലിയാണ് കേട്ടോ. അസേലിയയുടെ 3 കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് കളറാണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. അത്യാവശ്യം മെച്ചുറായ വലിയ പ്ലാന്റ്സ്, ബഡൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. ഈ 3 കളറിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. ഇതിൽ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഫൈക്കസ് റെപ്പൻസ് ആണ്. ഫൈക്കസ് റെപ്പൻസ് ചുമരുകളിലൊക്കെ പടർന്ന് കയറി നമ്മുടെ മതിലിനെ ഇങ്ങനെ നല്ല ഗ്രീനിഷാക്കി നിർത്താൻ പറ്റിയൊരു ചെടിയാണ് ഫൈക്കസ് റെപ്പൻസ്. ഇതിൻ്റെ പരിചരണത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡെയിലി വാട്ടറിങ് അത്യാവശ്യമാണ്. നല്ല വേനൽക്കാലത്ത് നന്നായിട്ട് നനവ് അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അടിവളത്തിൽ നിന്ന് തന്നെ ഇതിന് വേണ്ട ആവശ്യമായ വളം ഇതിന് ലഭിച്ചോളണമെന്നില്ല. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ ഫെർട്ടിലൈസർ 90-90യോ കാൽസ്യമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എങ്കിലാണ് ഈ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ, നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ബുഷിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുള്ളൂ. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് റിബൺ ബുഷാണ്. റിബൺ ബുഷ് വെറും 40 രൂപയേ ഉള്ളൂ കേട്ടോ. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്താം. ഇനി അല്ല പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. കൂടാതെ ബോർഡറായിട്ട് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ റിബൺ ഗ്രാസ്.
ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിൽ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. റിബൺ ഗ്രാസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആന്തൂറിയം. ആന്തൂറിയത്തിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ. മിനിയേച്ചർ ആന്തൂറിയാണ്. അതിൻ്റെ ഓറഞ്ച് കളറ് സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവറോട് കൂടി അല്ലെങ്കിൽ മൊട്ടോട് കൂടിയ പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് സൈസ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. വേറെ കളേഴ്സൊന്നും അധികം സെയിൽ ഇല്ല. ഓറഞ്ച് കളറാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ ജസ്റ്റീഷ്യ പ്ലാന്റാണ്. ജസ്റ്റീഷ്യ പ്ലാന്റ് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, അല്ലാണ്ട് ക്രീപ്പറല്ല. ഇതിന് നിങ്ങൾക്ക് പോട്ടിലും നിലത്തും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. മഴയത്തായാലും വേനൽക്കാലത്തായാലും എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു ലിമിറ്റായിട്ട് കുറഞ്ഞ സമയങ്ങളിൽ മാത്രം ഫ്ലവർ ആവുന്നൊരു ചെടിയല്ല, എന്നും പൂക്കൾ തരുന്നൊരു ചെടിയാണ്. ഇതിന് ഡക്ക് ഫ്രൂട്ട് എന്ന പേരിലും കൂടി ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കാം. ഇതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ പെട്രിയ. പെട്രിയ ഇല്ലാതെ ഒരു ഓഫർ വീഡിയോ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് ഇടുന്ന ഓഫർ വീഡിയോയിലും സ്ഥിരമായിട്ട് ഇടുന്ന ഒരു ഐറ്റമാണ് പെട്രിയ. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു പ്ലാന്റുമാണ് പെട്രിയ. പെട്രിയയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ബേർഡ് ഓഫ് പാരഡൈസിന് 140 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു ഐറ്റമാണ്. കുറേ പേരുടെ ഒരു സംശയമാണ് ഈ ഒരു സൈസിൽ, ചെറിയൊരു സൈസ് പ്ലാന്റാണ്. പ്ലാന്റ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള പ്ലാന്റ് വാങ്ങി വെച്ചാൽ ഫ്ലവർ ആവുമോ എന്നുള്ളത്. ഈ പ്ലാന്റ് കുറച്ച് മെച്ചുറായി കഴിയുമ്പോഴാണ് ഫ്ലവർ ആവുന്നത്, കുറച്ച് വലിയ പ്ലാന്റ് ആയതിൻ്റെ ശേഷം. ഈ ഒരു സൈസിലാണ് ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഇക്സോറ. റെഡ് ഇക്സോറ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇത്തവണ അയക്കുന്നത് മൊട്ടൊക്കായി തുടങ്ങിയ, ഫ്ലവറും മൊട്ടൊക്കായി തുടങ്ങിയ വലിയ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം മെച്ചുറായ 2-3 ഷൂട്ടുകളൊക്കെ വന്ന വലിയ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് റൊസീഡോയാണ്. റൊസീഡോ അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് അല്ല, വലിയ പ്ലാന്റ്, മൊട്ടൊക്കെ വന്ന് ഫ്ലവറായി തുടങ്ങിയ വലിയ പ്ലാന്റാണ്. യെല്ലോ റൊസീഡയാണ് നമ്മളിതിൽ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റൊസീഡോ പ്ലാന്റ് ഒരു സ്രബ് അഥവാ കുറ്റിച്ചെടിയിൽപ്പെട്ട പ്ലാന്റാണ്. ഇത് കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു മരം പോലെയൊക്കെ ആയി വരും. കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വൺ കോഞ്ചിയ. ഇത് നമ്മുടെ പിങ്ക് പെട്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ ഡിസംബർ ടൈമിലാണ് കേട്ടോ ഫ്ലവർ ആകുന്നത്. പക്ഷേ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ 6 മാസത്തോളം ഈ പൂക്കൾ ഇതുപോലെ നിലനിൽക്കും. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് മെഡ്നില്ല പ്ലാന്റാണ്. മെഡ്നില്ല പ്ലാന്റും അതുപോലെ തന്നെ ഒരുപാട് ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, കസ്റ്റമേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. കട്ടിങ്സിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല സീസണലല്ല, നമുക്കൊക്കെ എന്നും പൂക്കളുണ്ടാകുന്ന ചെടികളോടാണല്ലോ താല്പര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് മെഡ്നില്ല പ്ലാന്റ്. ഇതിൻ്റെ സെയിൽ പ്ലാന്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റാണ്. ഈ പ്ലാന്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മെച്ചുറാവേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈസിൽ തന്നെ ഫ്ലവർ ആയി തുടങ്ങും. അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഹൈബ്രിഡ് ടൈപ്പ്, കാവേരി എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് ടൈപ്പ് വെറൈറ്റിയാണ് നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത്. വയലറ്റ്, ഒരു ഡാർക്ക് റെഡ് പോലത്തെ ഒരു കളറിൽ വരുന്ന നല്ല വലിയ കായകളുണ്ടാകുന്ന വലിയ ഫ്രൂട്ട്സായി വരുന്ന പാഷൻ ഫ്രൂട്ടാണ് ഇതിൽ നമ്മൾ സെയിലിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് വെറും 40 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ചിലതൊക്കെ കുറച്ച് വള്ളി വീശി തുടങ്ങിയ ഒരു പ്ലാന്റാണ് ഇതിലുള്ളത്. അടുത്തത് റെഡ് നൈറ്റ് ക്യൂൻ. റെഡ് നൈറ്റ് ക്യൂനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് രാത്രി സമയങ്ങളിലാണ് ഇതിന് നല്ല സുഗന്ധം ഉണ്ടാകുന്നത്. പക്ഷേ പകൽ സമയങ്ങളിലും പൂക്കൾ ഇതുപോലെ വിരിഞ്ഞന്നെ നിൽക്കും. നമ്മുടെ വൈറ്റ് ക്യൂന് പൊതുവെ രാത്രിയിൽ മാത്രമാണല്ലോ വിരിയുന്നത്. പക്ഷേ റെഡ് അതുപോലെയല്ല, ഒരു 10-20 ദിവസത്തോളം ഈ പൂവ് ഇതുപോലെ തന്നെ നിൽക്കാറുണ്ട്. 2 ആഴ്ചയെങ്കിലും ഫ്ലവർ അതുപോലെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത്
യെല്ലോ അലമാണ്ടയാണ് കേട്ടോ. യെല്ലോ അലമാണ്ടയ്ക്ക് 100 രൂപയാണ് റേറ്റ്. പൂക്കളുള്ള നല്ല വലിയ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. യെല്ലോ അലമാണ്ടയ്ക്ക് ഇത്ര റേറ്റ് ആണോ എന്ന് ചോദിക്കും ചിലർ. പക്ഷേ ചെറിയ പ്ലാന്റ് അല്ല, നിങ്ങൾക്കൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല മെച്ചുറായ വലിയ പ്ലാന്റാണ് നമ്മളിതിൽ സെയിലിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ ഒരുവിധം അയക്കുന്ന എല്ലാ പ്ലാന്റുകളിലും തന്നെ മൊട്ടോ പൂക്കളോ ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. അടുത്തതായിട്ട് പിങ്ക് ഇക്സോറ. പിങ്ക് ഇക്സോറ ഇതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോസിലൊന്നും ഇട്ടതുപോലെ ചെറിയ പ്ലാന്റ് അല്ല, വലിയ പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. മൊട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് അമേരിക്കൻ ജാസ്മിൻ. അമേരിക്കൻ ജാസ്മിന് ഒരു കുറ്റിച്ചെടി അല്ല കേട്ടോ, ക്ലൈംബർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത്യാവശ്യം ക്ലൈംബ് ചെയ്ത് പോകുന്നൊരു ചെടിയാണ്. നമുക്ക് പോട്ടിൽ ഒരു ചെറിയ സ്റ്റിക്കോ കൊടുത്തിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കൂടുതലായിട്ട് ക്ലൈംബ് ചെയ്ത് പോയി പടർന്ന് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിലത്താവുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ ഒരു സൈസിലുള്ള 60 രൂപ വില വരുന്ന ചെടിയാണ് ഇതിൽ സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഗാർഡേനിയ പ്ലാന്റാണ്. നല്ല സുഗന്ധമുള്ള, നമ്മുടെ വീട്ടിലിത് വിരിഞ്ഞു കഴിഞ്ഞാൽ, മുറ്റത്ത് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. ഈ പ്ലാന്റ് ആദ്യകാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നൊരു ചെടിയാണ് ഗാർഡേനിയ പ്ലാന്റ്. ഗന്ധരാജ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഉറക്കമില്ലായ്മയ്ക്കൊക്കെ ഇത് ശ്വസിക്കുന്നത് നല്ലതാണെന്ന് കേട്ടോ പറയുന്നത്. ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവറും മൊട്ടൊക്കെയുള്ള ഒരു പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് ക്യാറ്റ്സ് ഗ്ലോവിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല, വലിയ ചെടിയാണ്. അതുകൊണ്ടാണ് ഇതിന് 100 രൂപ വരുന്നത് കേട്ടോ. മൊട്ടോ പൂക്കളോ ഒക്കെ ഉള്ള അത്യാവശ്യം മെച്ചുറായ വലിയ ചെടി, വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റാണ് ഇതിൽ സെയിൽ ചെയ്യുന്നത്. ക്യാറ്റ്സ് ക്ലൗവിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ അല്ലേ, വർഷത്തിൽ 1-2 തവണ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു 2 തവണയൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ മഴയൊന്ന് പെയ്ത് പിന്നെ വെയിലറച്ചപ്പോൾ പൂവായിരുന്നു. ഈ ഒരു സൈസിലുള്ള ചെടിയാണ് സെയിലിനുള്ളത്. അടുത്തതായിട്ട് സ്നോ റോസിൻ്റെ ഡബിൾ പെറ്റൽ വൈറ്റ് ഫ്ലവറുള്ള വെറൈറ്റിയാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എന്നും നിറഞ്ഞ പൂക്കളുണ്ടാവും കേട്ടോ. 1-2 പൂക്കളൊന്നുമല്ല, ആയിരക്കണക്കിന് പൂക്കളാണ് ചിലപ്പോൾ ഈ ചെടിയിൽ ഉണ്ടാവാറുള്ളത്, അത്യാവശ്യം വലിയ പ്ലാന്റ്സിൽ. ഇത് ബോൺസായി ആക്കി വളർത്തിയെടുക്കാനും പറ്റിയൊരു ഐറ്റമാണ്. ഈ ഒരു സൈസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് യെല്ലോ ജാസ്മിൻ അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇതിന് സുഗന്ധം ഉണ്ടോ എന്നുള്ളത്. ഇതിന് ചെറിയൊരു സുഗന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ പൂവിനിങ്ങനെ അടുത്ത് പിടിച്ച് മണക്കുമ്പോൾ ചെറിയൊരു സുഗന്ധം, അല്ലാണ്ട് അങ്ങനെ വിരിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സുഗന്ധം പരത്തുന്ന ഒരു പ്ലാന്റ് ഒന്നുമല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല യെല്ലോ കളറിലുള്ള ഒരു ജാസ്മിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ അതൊരു വെറൈറ്റിയും കൂടിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് യെല്ലോ ജാസ്മിൻ്റെ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് ട്രംപറ്റ് വൈന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കളറ് തന്നെയാണ് കേട്ടോ. ഓറഞ്ച് കളറിൽ നല്ല കൊല കുത്തി ഇങ്ങനെ നിറഞ്ഞ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. പക്ഷേ ഇത് വർഷത്തിലൊരിക്കൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുമ്പോൾ ഇതുപോലെ നിറഞ്ഞ പൂക്കളുണ്ടാവും. 1-2 മാസത്തോളം ഇതിൽ ഫ്ലവർ ഉണ്ടാകുകയും ചെയ്യും. ഇത് പോട്ടിൽ വളർത്താം എങ്കിൽ കൂടിയിട്ടും കൂടുതൽ വളർന്ന് നന്നാവുന്നത് നിലത്ത് നടുമ്പോഴാണ്. അടുത്തതായിട്ട് റെഡ് കനകാംബരം കേട്ടോ. റെഡ് കനകാംബരം ഞാനിതിന് മുമ്പൊന്നും ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തവണ ഓഫറിലിട്ട ഒരു പുതിയൊരു വെറൈറ്റിയാണ് റെഡ് കനകാംബരം. ഓറഞ്ചും ഈ വീഡിയോയിലുണ്ട്, റെഡ് കനകാംബരത്തിൻ്റെ പ്ലാന്റും ഇതിലുണ്ട്. 55 രൂപയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഗോൾഡൻ കാസ്കേഡ് അതുപോലെ തന്നെ സീസണലൊന്നുമല്ല, എല്ലാ സമയങ്ങളിലും ഇതുപോലെ നമ്മുടെ തമ്പർജിയൊക്കെ പോലെ ഇങ്ങനെ തൂങ്ങി കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണ് ഗോൾഡൻ കാസ്കേഡ്. ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാട്ടോ, ഒരു വാക്സ് ടൈപ്പ് ലീഫാണ് ഇതിനുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ലൊരു തിളക്കമാർന്നൊരു ലീഫുകളാണ്. അപ്പോൾ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ക്ലെറോഡെൻഡ്രം ഒരു കുറ്റിച്ചെടിയാണ്. കുറേ പേര് ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് ഇങ്ങനെ കാണുമ്പോൾ ഇത് ക്ലൈംബർ ആണോ എന്ന്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കളാണ് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്നത്. ചെടി സ്രബ് വർഗ്ഗത്തിൽപ്പെട്ട കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. 45 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് മണിമുല്ല.
ഒരുവിധം ഇതുപോലെ തന്നെ പെട്രിയൊക്കെ പോലെ തന്നെ എല്ലാ ഓഫർ വീഡിയോയിലും ഇട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മണിമുല്ല. എനിക്ക് തോന്നുന്നു ഒരു 75% പേരും വാങ്ങിയിട്ടുണ്ട്. ഓഫർ വീഡിയോ കണ്ട് പ്ലാന്റ് വാങ്ങിയതിൽ 75% പേരും ഈ മണിമുല്ല വാങ്ങിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വർഷത്തിലൊരിക്കൽ പൂക്കുള്ളെങ്കിലും കൂടിയിട്ടും ഇത് പൂവുണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കാണാൻ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് ഗാർലിക് വൈൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ പ്ലാന്റ് പൂത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഉള്ള സ്ഥലങ്ങളിൽ പാമ്പ് അധികം വരില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫ്ലവറിനല്ല, ലീഫിനാണ് ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പടർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊന്നും പാമ്പുകൾ വന്ന് കിടക്കാറില്ല. ഇത് പോട്ടിൽ വെക്കുകയാണെങ്കിലും ഇതുപോലെ കണ്ടോ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്ലൈംബർ തന്നെയാണ് കേട്ടോ. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ. ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ടൈം പീരീഡ് വരുന്നത് 29 ശനിയാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ്. ജൂൺ 29 വൈകുന്നേരം 4 മണി വരെ. അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാന്റ്സുകൾ തീർന്നു പോകും. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ മെസ്സേജ് അയച്ചോളൂ.